ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾ ഉൾപ്പെടെയുള്ള രേഖകൾ ചോർത്തിയെന്നും വൈകാതെ പുറത്തുവിടുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബാണ് സ്റ്റേറ്റ് ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയത്. തങ്ങളുടെ കയ്യിലുള്ളത് ഒരു നിധിശേഖരമാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു. ഈ സെൻസിറ്റീവ് രേഖകൾ ഉടൻ പുറത്തുവിടുമെന്ന് ഇസ്മായിൽ ഖത്തീബ് പറയുന്നു. എങ്കിലും കയ്യിലുള്ള രേഖകളുടെ തെളിവൊന്നും ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങൾ, അമേരിക്ക, യൂറോപ്പ്, മറ്റ് രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധം, പ്രതിരോധ ശേഷി എന്നിവയുമായി ബന്ധപ്പെട്ട സെൻസിറ്റീവ് രേഖകളാണ് ഇറാന്റെ കൈവശമുള്ളത്. ഇറാന് ലഭിച്ച രേഖകൾ ഇസ്രായേലിന്റെ ആക്രമണാത്മക നിലപാട് ശക്തിപ്പെടുത്താൻ കഴിവുള്ള ഒരു നിധിശേഖരമാണെന്ന് ഖത്തീബ് ഞായറാഴ്ച സ്റ്റേറ്റ് ടി വിയോട് പറഞ്ഞു. തങ്ങളുടെ ആണവായുധ ശേഖരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലാത്ത ഗണ്യമായ അളവിൽ ആണവായുധങ്ങളുടെ ശേഖരമുള്ള മിഡിൽ ഈസ്റ്റിൽ ആണവ ബോംബുകളുള്ള ഏക രാജ്യമാണ് ഇസ്രായേൽ. എന്നിട്ടും ഇസ്രായേൽ സർക്കാർ ചോർന്ന രേഖകളുടെ ഇറാന്റെ റിപ്പോർട്ടിനെ കുറിച്ച് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഗസയിലെ യുദ്ധത്തിനിടയിൽ ഇറാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രായേൽ പൗരന്മാരെ ഇസ്രായേൽ ഭരണകൂടം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു ഇസ്രായേലി ആണവ ഗവേഷണ കേന്ദ്രം ഹാക്ക് ചെയ്തതുമായി ഈ വസ്തുതകൾക്ക് ബന്ധമുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. ഈ നിധിശേഖരത്തിന്റെ കൈമാറ്റം സമയമെടുക്കുന്നതും സുരക്ഷാ നടപടികൾ ആവശ്യമുള്ളതുമായിരുന്നു. സ്വാഭാവികമായും കൈമാറ്റ രീതികൾ രഹസ്യമായി തുടരും. പക്ഷേ രേഖകൾ ഉടൻ പുറത്തെത്തും. ഇറാൻ ഇന്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബ് പറയുന്നു. ആയിരക്കണക്കിന് രേഖകളെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു ന്യൂനതയായിരിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തന്നെ രേഖകൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിയതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രായേൽ ഖേദിക്കേണ്ടി വരുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സമാധാനപരമായ ആണവ സ്ഥാപനങ്ങൾക്കെതിരായ ഏതൊരു ഭീഷണിയും അന്താരാഷ്ട്ര നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണ്. ഇസ്രായേൽ അത്തരമൊരു തെറ്റ് ചെയ്താൽ അവർ ഖേദിക്കേണ്ടി വരും എന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പത്രസമ്മേളനത്തിൽ നൽകിയ മുന്നറിയിപ്പ്. പശ്ചിമേഷ്യൻ മേഖലയിലെ ആണവ വിഷയങ്ങളിൽ പാശ്ചാത്യ ശക്തികൾ ഇരട്ടത്താപ്പ് നിലപാട് സ്വീകരിക്കുന്നുവെന്നും അരഗ്ചി കുറ്റപ്പെടുത്തിയിരുന്നു. വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയാണ് ഇറാൻ ഇന്റലിജൻസ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ കൂടി പുറത്തു വന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭ ഉപരോധം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ആഴ്ച വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പും ഭീഷണിയും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇറാനും വേണ്ടി ചാരപ്രവൃത്തി നടത്തിയെന്നാരോപിച്ച് ഇസ്രായേലി പൗരന്മാരായ റോയി മിസ്രാഹി, അൽമോക് ആറ്റിയസ് എന്നിവരെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തതും കൂടി ആകുമ്പോൾ ഇവയെല്ലാം കൂടി ഒരുക്കുന്നത് ഇസ്രായേലിനുള്ള കെണിയാണ്. ഇതുവരെ ഒന്നും പറയാത്തതിലൂടെ ഇറാന്റെ ഭീഷണികൾ കൊള്ളേണ്ടിടത്ത് കൊണ്ടോ എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. അതേസമയം വിയന്നയിൽ തിങ്കളാഴ്ച ആരംഭിച്ച അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആണവ പരിശോധക സമിതിയുടെ 35-അംഗ ത്രൈമാസ ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പിനായി സമ്മർദ്ദം ചെലുത്താൻ യൂറോപ്യൻ ശക്തികൾ തയ്യാറെടുക്കുകയാണ്. ഇത് ഒക്ടോബറിൽ UN ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുന്നതിലേക്ക് നയിച്ചേക്കാം. എന്നാൽ അങ്ങനെ ഉണ്ടായാൽ ഇറാൻ UN ആയുധ പരിശോധകർക്കുള്ള പ്രവേശനം കൂടുതൽ വെട്ടിക്കുറക്കാനും സമ്പുഷ്ടീകരണം കൂടുതൽ വേഗത്തിലാക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ആണവോർജ ഏജൻസി ബോർഡ് ഇറാനെ കുറ്റപ്പെടുത്തിയതിനു ശേഷം ഇറാൻ 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപ്പാദനം 7 മടങ്ങ് വർദ്ധിപ്പിച്ചതായും 20 കാസ്കേഡുകൾ അഡ്വാൻസ്ഡ് സെൻട്രിഫ്യൂജുകൾ വിക്ഷേപിച്ചതായും ഇറാന്റെ ആണവോർജ സംഘടനയുടെ വക്താവ് ബെഹ്റൂസ് കമൽവണ്ടി പറഞ്ഞിരുന്നു.